ഹലോ. 2024 അവസാനിക്കാൻ പോവാണല്ലേ. ഈ ഒരു വർഷം ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകളുടെ വർഷം എന്ന രീതിയിലായിരിക്കും. കാരണം ഏകദേശം 65ഓളം ഡെമോക്രസീസാണ് ഈ വർഷം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തി അവരുടെ പുതിയ ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുത്തത്. അതിൽ ലോകത്തെ ഏറ്റവും പഴയ ഡെമോക്രസിയായ അമേരിക്കയും ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രസിയായ നമ്മുടെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്നു. അതിൽ തന്നെ ചില തെരഞ്ഞെടുപ്പുകൾ മറ്റുള്ളവയെക്കാളും വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യൻ ഡെമോക്രസിയുടെ 18ാമത് ലോക്സഭാ ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഈയിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമേരിക്കയും അവരുടെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ഈ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ഓഫീസ് റൂം, ലോകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ഒരു പൊളിറ്റിക്കൽ ഓഫീസായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ആ രാജ്യത്തെയും ജനങ്ങളെയും മാത്രമല്ല ലോകത്തെമ്പാട് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചും അതുപോലെ അമേരിക്കൻ ഭരണക്രമം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അത് നമ്മുടെ ഇന്ത്യയായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. സോ വെൽക്കം. അമേരിക്ക ഇന്ത്യയെ പോലെ തന്നെ ഒരു ഡെമോക്രസിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം അമേരിക്കയിലെ ജനങ്ങളെല്ലാം കൂടി വോട്ട് ചെയ്തിട്ട് അവരുടെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അതാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഈ പ്രതിനിധിയായ പ്രസിഡന്റാണ് ആ രാജ്യത്തെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും കേന്ദ്ര ബിന്ദു അഥവാ സെൻട്രൽ സ്റ്റേജിൽ ഉണ്ടാവുക. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്, പക്ഷേ നമ്മൾ മറ്റൊരു തരത്തിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. നമ്മൾ വിളിക്കുന്നത് പാർലമെൻ്ററി ഡെമോക്രസി എന്നാണ്. കാരണം ഇന്ത്യയിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദു പാർലമെൻറ്റാണ്. എംപിമാരും ഒക്കെ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ക്യാബിനറ്റ് സിസ്റ്റം അഥവാ പ്രൈം മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കും. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ UK പോലത്തെ മറ്റ് പാർലമെൻ്ററി രാജ്യങ്ങളുടെ ഈ ക്യാബിനറ്റും ഈ പ്രധാനമന്ത്രിയുമാണ് എല്ലാ ഡിസിഷൻസിൻ്റെയും കേന്ദ്രബിന്ദു. ഇത് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പറയാം, അമേരിക്കയിൽ സിംഗിൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നൊരു സിസ്റ്റമാണുള്ളത്. അതായത് എല്ലാ അധികാരങ്ങളും, റിയൽ ആയിട്ടുള്ള അധികാരങ്ങൾ, അതായത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഒരു വ്യക്തി തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. റിയൽ ഗവൺമെൻറ് നമ്മുടെ മന്ത്രിസഭയും പ്രധാനമന്ത്രിയും ചേർന്ന് വരുന്ന മന്ത്രിസഭയാണ്. അപ്പം അങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഏറ്റവും ബേസിക് റീസൺ എന്ന് പറയുന്നത് അമേരിക്ക പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഇന്ത്യ പാർലമെൻ്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി രണ്ടാമതൊരു കാര്യത്തിലേക്ക് വരാം. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രസിഡന്റ് ഇലക്റ്റ് ആയ ആൾ ആരെയൊക്കെയാണ് പ്രധാന പദവികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പവറാണ്. അപ്പോൾ ഒരാൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയിൽ ആദ്യം അദ്ദേഹം ചെയ്യാം തൻ്റെ ക്യാബിനറ്റ് കൊളീഗ്സിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്യാബിനറ്റ് കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മന്ത്രിമാരുള്ളതുപോലെ അവിടെ പ്രസിഡൻറ്റിനൊരു ടീമുണ്ട്. ആ ടീമിൽ മന്ത്രിമാർ അഥവാ മിനിസ്റ്റേഴ്സ് നല്ല അറിയപ്പെടുക, നമ്മൾ വിളിക്കുന്ന പോലെ സെക്രട്ടറീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സെക്രട്ടറിമാരുണ്ടാവും. ഈ സെക്രട്ടറിമാരെ പ്രസിഡന്റ് ഇലക്റ്റ് ആയ ആൾ, അതായത് പ്രസിഡൻ്റായി നിയുക്ത പ്രസിഡന്റ് ഹാൻഡ് പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റ് അസോസിയേറ്റ്സോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാർട്ടി കൊളീഗ്സോ ഉൾപ്പെടെ ആര് വേണമെങ്കിലും ഈ പറഞ്ഞ നിയുക്ത പ്രസിഡന്റിന് തൻ്റെ സെക്രട്ടറിമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. സെക്രട്ടറിമാർ ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ തത്തുല്യമായ പദവിയാണ്. അല്ലെങ്കിൽ ഇന്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് തത്തുല്യമായ പദവിയാണ്. അതുപോലെ എഡ്യൂക്കേഷൻ സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറി, വിദേശകാര്യമന്ത്രിക്ക് തത്തുല്യമായിട്ട് അവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം പദവികളിലേക്ക്, സീനിയർ പൊസിഷൻസിലേക്ക് പ്രസിഡന്റ് ഹാൻഡ് പിക്സ് പീപ്പിൾ ഫ്രം എമംഗ് ഹിസ് അക്വൈൻറ്റൻസസ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്, മന്ത്രിമാരെ അതെ. പക്ഷെ പ്രധാനമന്ത്രി കൊടുത്ത ലിസ്റ്റിലുള്ളവരെ മാത്രമേ, അതായത് പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മന്ത്രിമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലിയൊരു പ്രകടമായ വ്യത്യാസം. കാരണം ഇന്ത്യൻ പ്രസിഡന്റിന് മന്ത്രിമാരെ പിക്ക് ചെയ്യുമ്പം റിയൽ ആയിട്ടുള്ള അധികാരങ്ങളില്ല, വളരെ ലിമിറ്റഡ് അധികാരങ്ങളേ ഉള്ളൂ. പ്രധാനമന്ത്രി ടീം ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഒരു ഒഫീഷ്യേറ്റിംഗ് റോള് മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് ഉള്ളൂ. എങ്കിൽ അവിടെ ലിറ്ററലി അൺലിമിറ്റഡ് പവറാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്റ്റായ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഏറ്റവും അടുത്തൊരു അസോസിയേറ്റ് ആണ് ഇലോൺ മസ്ക് എന്ന ബില്യനെയർ. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കൊളീഗാണ് വിവേക് രാമസ്വാമി എന്ന ഇന്ത്യൻ ഓപ്ഷനായ ഒരു പൊളിറ്റീഷ്യൻ. ഇവർ രണ്ടുപേരെയും വളരെ സീനിയർ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അപ്പോയിൻറ്റ് ചെയ്തിട്ട് വാർത്ത വന്നിരുന്നു. അതായത് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അമേരിക്കൻ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചിലവ് ചുരുക്കാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ
കൂടുതൽ അനാവശ്യമായിട്ടുള്ള ചിലവ് ഒഴിവാക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, എഫിഷ്യൻസി കൊണ്ടുവരാൻ. ഈ രണ്ട് ഔട്ട്സൈഡേഴ്സിനെയാണ്, അത് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രണ്ടുപേരും, ഒരാൾ വലിയൊരു ബിസിനസ്സുകാരാണ്, മറ്റൊരാൾ പൊളിറ്റീഷ്യനാണ്, രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു. അത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഔട്ട്സൈഡേഴ്സിന് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ കൺസിഡറബിൾ പവർ കിട്ടുന്നത് കാരണം പ്രസിഡൻറ്റിൻ്റെ ഈ വാസ്റ്റ് അപ്പോയിൻറ്റിങ് പവേഴ്സാണ്. ഇന്ത്യയിൽ നേരെ മറിച്ച് ലിമിറ്റഡ് അധികാരങ്ങൾ മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിനുള്ളൂ. ഇവൺ മന്ത്രിസഭയ്ക്ക് പോലും ആൾക്കാരെ സീനിയർ പൊസിഷൻസിലേക്ക് എടുക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഈ അപ്പോയിൻമെൻറ്റ് ഏതിലും കാണുന്നുണ്ട്, അമേരിക്കൻ ജുഡീഷ്യറിയുടെ കാര്യത്തിലും കാണുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അവിടുത്തെ ഫെഡറൽ സുപ്രീം കോടതിയിലേക്കുള്ള ജഡ്ജസിനെ അവർക്ക് സ്വന്തമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് നിയമിക്കാം. അതായത് ഈ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ഒരു പരിധിവരെ എക്സിക്യൂട്ടീവിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വ്യക്തം. ഇപ്പോൾ കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപ് സമയത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചില ആൾക്കാരെ അമേരിക്കൻ സുപ്രീം കോടതിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അങ്ങനെ കുറച്ചുകൂടി കൺസർവേറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ഫലമായി സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ ബന്ധപ്പെട്ട ചില ജഡ്ജ്മെൻറ്റ്സ്, പഴയ ജഡ്ജ്മെൻറ്റ്സ് തിരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അബോർഷൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട റോ വേഴ്സസ് വെയ്ഡ് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ടേമിൽ ഈ പറഞ്ഞ US സുപ്രീം കോടതി തിരുത്തിയതും അതിന് ഡൊണാൾഡ് ട്രംപിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ നോമിനീസ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ജഡ്ജസ് എത്രമാത്രം റോൾ പ്ലേ ചെയ്തെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഈവൻ ദോ പ്രസിഡൻ്റാണ് നമ്മുടെ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു റോളില്ല. മന്ത്രിസഭയ്ക്ക് പോലും അതിലേക്ക് ജഡ്ജിമാരുടെ പേര് നിർദ്ദേശിക്കാൻ പറ്റില്ല. പകരം കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന ജഡ്ജിമാരുടെ തന്നെ ഒരു സമിതിയാണ് നമ്മുടെ ജഡ്ജസിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ലീനിങ് അമേരിക്കയിലെ സുപ്രീം കോടതിയിൽ നമ്മൾ ജഡ്ജിമാരിൽ കാണുമ്പോൾ ഇന്ത്യൻ ജഡ്ജസ് ആർ ഇൻസുലേറ്റഡ് ഫ്രം സച്ച് ഐഡിയോളജിക്കൽ ഓർ പൊളിറ്റിക്കൽ ലീനിങ് ഓർ ബയാസസ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പറയാം, ഇന്ത്യൻ സിസ്റ്റത്തിലാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി വളരെ കാര്യക്ഷമമായിട്ട്, പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇന്ത്യയിലാണ് കുറച്ചുകൂടി നന്നായിട്ട് കാണുന്നത്. യാതൊരു വിധത്തിലുള്ള ഐഡിയോളജിക്കൽ ചായ്വ് ഇന്ത്യൻ ജഡ്ജിമാർക്ക് പൊതുവെ ഉണ്ടാവാറില്ല. ഇനി അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി, ഒരു കൗതുകമുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ആരെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനൊരു ചെറിയൊരു ചെക്ക് ആൻഡ് ബാലൻസ് എന്നോളം അമേരിക്കൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്രട്ടറിമാർ അല്ലെങ്കിൽ ജഡ്ജസിൻ്റെ സെനറ്റ് അതൊന്ന് കൺഫേം ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അമേരിക്കൻ നിയമനിർമ്മാണ സഭയുടെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ഉപരിസഭയാണ് സെനറ്റ്. അപ്പോൾ ഈ സെനറ്റ് ഈ നോമിനേറ്റ് ചെയ്തത് സെനറ്റിൻ്റെ അംഗങ്ങൾ 100 പേരാണ് അമേരിക്കൻ സെനറ്റിലുള്ളത്. അവർ വോട്ട് ചെയ്ത് പാസ്സാക്കിയാൽ മാത്രമേ ഈ കൺഫർമേഷൻ എന്നാണ് പറയുക, അഡ്വൈസ് ആൻഡ് കൺഫർമേഷൻ. ഈ കൺഫർമേഷൻ പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ നിയമനം യഥാർത്ഥത്തിൽ സാധുവാവുകയുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇന്ത്യയിലിപ്പോൾ നമ്മുടെ സീനിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസിലേക്കോ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിലൊന്നും പ്രസിഡൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് എന്ത് വേണ്ട, നമ്മുടെ രാജ്യസഭയുടെയോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോ പാർലമെൻറ്റിൻ്റെയോ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ പ്രകടമായ വ്യത്യാസങ്ങൾ, ചില ചെക്സ് ആൻഡ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ അപ്പോയിൻമെൻറ്റിൽ ചില കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ മന്ത്രിസഭയുടെ മേലെ കാണുന്നുണ്ട്. അമേരിക്കയിൽ കുറച്ചുകൂടി ഫ്രീ ആണ്. ഇനി പവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാർഡനിങ് പവേഴ്സിനെ കുറിച്ച് കൂടി പറയണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 72 പ്രകാരം ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു സുപ്രീം കോടതി പോലും കുറ്റവാളിയാണെന്ന് ശിക്ഷിച്ച ഒരാളെ നിരുപാധികം വിട്ടയക്കാൻ, അതായത് മേഴ്സി പെറ്റീഷൻ വഴി നമുക്ക് പ്രസിഡൻറ്റിനെ സമീപിക്കാം. പ്രസിഡൻറ്റിനെ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ വധശിക്ഷ ഉൾപ്പെടെ കിട്ടിയ ആൾക്കാർക്ക് ഇത്തരത്തിൽ പ്രസിഡൻറ്റ് ചില ആശ്വാസം പ്രസിഡൻറ്റിലൂടെ മേഴ്സി പെറ്റീഷനിലൂടെ ലഭിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കമ്മ്യൂട്ട് ചെയ്യാം, വധശിക്ഷ ലഘൂകരിച്ച് അത് തടവ് ശിക്ഷയാക്കി മാറ്റാം, പാർഡൻ ചെയ്യാം, റിപ്രീവ് ചെയ്യാം, അതുപോലെ റെസ്പൈറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള പാർഡനിങ് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡൻറ്റിനുള്ളതുപോലെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 2 അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവേഴ്സും ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവേഴ്സ് നമ്മുടെ പ്രസിഡൻറ്റിനേക്കാൾ വളരെ വാസ്റ്റാണ്. ഇന്ത്യയിൽ കോടതി ശിക്ഷിച്ച് ഫൈനലി സുപ്രീം കോടതി പോലും ശിക്ഷ ശരിവെച്ച ഒരാൾക്ക് മാത്രമേ പ്രസിഡന്റിനെ സമീപിക്കാൻ പറ്റുള്ളൂ മേഴ്സി പെറ്റീഷൻ ആയിട്ടെങ്കിൽ. അമേരിക്കൻ അങ്ങനെയൊന്നുമില്ല. വിചാരണ നേരിടുന്ന ഒരാളോ അല്ലെങ്കിൽ വിചാരണ നേരിടാൻ പോകുന്ന ഒരാൾ, അതായത് കുറ്റം എന്താ പറയുക അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ വിചാരണയുടെ സമയത്ത്, കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ ഈ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാലൊക്കെയും നമുക്ക് പ്രസിഡന്റിനെ സമീപിച്ച് മേഴ്സി പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ ടൈമിൻ്റെ കാര്യത്തിലും എന്നുള്ളതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് വേണമെങ്കിൽ തൻ്റെ സ്വന്തം ബന്ധുക്കളെ, സ്വന്തം പരിചയക്കാരെ അല്ലെങ്കിൽ തൻ്റെ അസോസിയേറ്റ്സിനെ ഇനി തന്നെയും പാർഡൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം സ്വന്തം മകനെ 2006 ഒരു കേസിൽ, വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്, ആയുധം കൈവശം വെച്ച കേസിൽ നിരുപാധികം മാപ്പ് നൽകിയതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം സ്വന്തം പേരിലുള്ള ചില കുറ്റങ്ങൾ അതിൽ നിന്ന് തനിക്ക് തന്നെ മാപ്പ് കൊടുത്തായിട്ട്, അത് സ്വയം മാപ്പ് കൊടുത്തായിട്ടുള്ള വാർത്ത, അത് ചർച്ചയായിരുന്നു.
അതുപോലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കഴിഞ്ഞ ടേമിലാണ് അദ്ദേഹം ഏകദേശം 200-ലധികം പേർക്ക് മാപ്പ് കൊടുത്ത് കുറ്റമുക്തരാക്കില്ല. അതിൽ പലരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലോസ് അസോസിയേറ്റ്സോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാർഡനിങ് പവേഴ്സ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പാർഡനിങ് പവേഴ്സ് അത് അൺപാരലൽഡ് ആണ്. ലോകത്തെ ഒരു രാജ്യത്തും അത്രയധികം മാപ്പ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഈ പാർഡനിങ് പവേഴ്സ് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു ആളെക്കുറിച്ച് കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ഡിസ്കഷൻ പൂർത്തിയാവില്ല. ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ അത് വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസിനെ കുറിച്ചാണ്. വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ പ്രസിഡന്റിൻ്റെ ടീം മെമ്പർ പോലെയാണ്, ടീംമേറ്റിനെ പോലെയാണ് പ്രവർത്തിക്കുക. അവർ ഒരുമിച്ച് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നു, അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അമേരിക്കയിലെ പ്രസിഡന്റ് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അത്രയല്ലെങ്കിലും തൊട്ടടുത്ത് അധികാരത്തിൽ വരുന്ന ആളാണ് വൈസ് പ്രസിഡന്റ്. എല്ലാ ഹൈ ടേബിൾ ഡിസ്കഷൻസിലും എല്ലാ ഇമ്പോർട്ടൻറ്റ് പോളിസി മേക്കിങ്ങിലും വൈസ് പ്രസിഡന്റ് ഓഫ് ദി USA പങ്കെടുക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, സെക്യൂരിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റേത് ഡിഫൻസ് റിലേറ്റഡ് മാറ്റേഴ്സിലൊക്കെയും പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള ഒരു 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 സ്റ്റേക്ക് ഹോൾഡറാണ് വൈസ് പ്രസിഡന്റ്. പക്ഷേ ഇന്ത്യയിലും ഇതേ മാതൃകയിൽ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ പദവി നോക്കുന്നുണ്ട്. അതായത് പ്രസിഡന്റിൻ്റെ തൊട്ട് താഴെ വൈസ് പ്രസിഡന്റ് പ്രോട്ടോകോൾ പ്രകാരം രണ്ടാമത്തെ ആൾ. പക്ഷേ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അധികാരങ്ങളുടെ കാര്യത്തിൽ യാതൊരു കമ്പാരിസൺ പോസിബിൾ അല്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റായിട്ട്. കാരണം ഇവിടെ വൈസ് പ്രസിഡന്റിൻ്റെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രസിഡന്റിന് ആ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിലോ ഹൈ ടേബിൾസിലോ ഒന്നും തന്നെ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഒരു വളരെ പവർ കുറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അത്ര നിർണായകമായ ഒരു സ്വാധീന ശക്തിയല്ല ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. ഒരു ചെറിയ സാമ്യമുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആവുന്ന പോലെ അമേരിക്കൻ സെനറ്റിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ സാമ്യങ്ങളുമില്ല, കൂടുതലും വ്യത്യാസങ്ങളാണ്. മാത്രമല്ല ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന് ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നതിന് മാക്സിമം 6 മാസമൊക്കെ തന്നെ സാധിക്കുള്ളൂ. പക്ഷേ അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ ഒരു ഇലക്ഷനിൽ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിമൈനിങ് ടേം കംപ്ലീറ്റ് ചെയ്യാൻ പോലും അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് പറ്റും. അതുകൊണ്ട് തന്നെ ഒരേപോലത്തെ ഐഡിയോളജി ഇപ്പം നമ്മൾ റണ്ണിങ് മേറ്റ് എന്ന് പറയാം. പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്നയാൾ അയാളുടെ റണ്ണിങ് മേറ്റിന് പിക്ക് ചെയ്യുന്ന അധികാരം അയാൾക്കുണ്ട്. എന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെയാണോ പിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒരു ടീമായിട്ട് പലപ്പോഴും നമ്മളിവരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് വിളിക്കുന്നത്. ബൈഡൻ ഹാരിസ് എന്നൊക്കെ പറയുന്ന പോലെ, ഓക്കെ, ട്രംപ് വാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടീമായിട്ട് വരുന്നു, ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് മച്ച് പവർലെസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. അത് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിൻ്റെ സ്വഭാവമാണ്. ഇന്ത്യ പാർലമെൻ്ററി ഡെമോക്രസി ആയതുകൊണ്ട് ഇന്ത്യയിൽ ഡുവൽ എക്സിക്യൂട്ടീവ് ആണെന്ന്, അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയതുകൊണ്ട് സിംഗിൾ എക്സിക്യൂട്ടീവ്, വിച്ച് മീൻസ് സിംഗിൾ വ്യക്തിയിലേക്കാണ് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. രണ്ടാമത്തെ നോട്ടീസബിൾ ഡിഫറൻസ് അപ്പോയിൻമെൻറ്റിംഗ് പവേഴ്സിൻ്റെ കാര്യത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ആരെ വേണമെങ്കിലും ഹാൻഡ് പിക്ക് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലേക്ക്, അതായത് മന്ത്രിമാരായിട്ട് സെക്രട്ടറിമാരായിട്ട് നിയമിക്കാനും പറ്റും. അതുപോലെ മറ്റ് നിരവധി പൊസിഷൻസിലേക്കും പറ്റും. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന് അത്തരം ഡിസ്ക്രിഷണറി പവേഴ്സിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ എക്സിക്യൂട്ടീവിന് ഇത്തരം അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നതിന് ചില പരിമിതികളുണ്ട്. മറ്റൊരു കാര്യം ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിൽ നമ്മൾ കൊളീജിയസ് സിസ്റ്റം, അമേരിക്കയ്ക്ക് കൊളീജിയസ് സിസ്റ്റം ഇല്ല. അവിടെ പ്രസിഡന്റിന് തന്നെ ജഡ്ജിമാരെ ഒരു നിശ്ചിത എണ്ണം ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സെനറ്റ് കൺഫർമേഷൻ പോലത്തെ ഒരു സംഭവം ഇന്ത്യയിൽ കാണുന്നില്ല. അവിടെ സീനിയർ അപ്പോയിൻമെൻറ്റ്സ് സെനറ്റ് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സീനിയർ അപ്പോയിൻമെൻറ്റ്സ് അങ്ങനെ കൺഫേം ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം പാർഡനിങ് പവേഴ്സാണ് പറഞ്ഞത്. പാർഡനിങ് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പാർഡനിങ് പവേഴ്സ് കമ്പയർഡ് ടു ദ അമേരിക്കൻ പ്രസിഡന്റ് മച്ച് നാരോവറാണ്. അതിനുള്ള കാരണം നമ്മുടെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് തന്നെയാണ് പ്രസിഡന്റിൻ്റെ മേലെയുള്ള. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ കാര്യം വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് മച്ച് ലെസ് പവർഫുൾ ആസ് കമ്പയർഡ് ടു ദ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. കാരണം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന് വലിയ റോളില്ല. ഒരു ആക്ടിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കാനുള്ള ഒരു ആളായിട്ടാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒരു ആക്ച്വലി എല്ലാ അർത്ഥത്തിലും ഒരു ടീം മേറ്റ് ആൻഡ് റണ്ണിങ് മേറ്റ് തന്നെയാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ. പ്രസിഡന്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്ലോസ് അസോസിയേറ്റ് തന്നെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. Lead IAS, crafted by the toppers.